ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ മുടി ഒഴിച്ചിലൊക്കെ കുറഞ്ഞിട്ട് പുതിയ മുടിയൊക്കെ വളരാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു എണ്ണ കാച്ചിയെടുത്താലോ. മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം കേട്ടോ, തണുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ചെമ്പരത്തിപ്പൂ ഒരു 3 എടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില വേണം നമുക്ക്, അതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കയ്യുണ്ണിയാണ്. അത് നമ്മൾ ഈ പാടത്ത് അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ തണുപ്പുള്ള കാലത്തൊക്കെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഉലുവയും കരിഞ്ചീരകവും. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയുടെ ഇലയാണ്. അത് ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ മഞ്ഞ നിറത്തിലുള്ള പശ പോകാനായിട്ട് ഞാനിവിടെ ചാരി വെച്ചിരിക്കുകയാണ്. ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് പതിയെ ഉരുട്ടിയിട്ട് അതിൻ്റെ ജെല്ലെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ജെല്ലെല്ലാം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു 2 കറ്റാർവാഴയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ജെല്ല് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ 2 കറ്റാർവാഴയുടെ ജെല്ലായിട്ട് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് എടുത്തിരിക്കുന്ന ഈ ഇലകളെല്ലാം ഒന്ന് ഇടിച്ച് പിഴിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇലകൾ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം പറിച്ചെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇടിച്ച് പിഴിയാനൊന്നും നിൽക്കുന്നില്ല. അപ്പം നല്ല പോലെ ഈ ഇലകളെല്ലാം മൂത്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ സത്തെല്ലാം വെളിച്ചെണ്ണയിലേക്ക് വന്നോളും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചരുവം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എന്തോരം വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഉലുവയും കരിഞ്ചീരകവും ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ മാറ്റി വെച്ച ഇലകളെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയും കരിഞ്ചീരകവും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിനി ഈ ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനി നിങ്ങളുടെ മുടിയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ ഇലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കളറും കിട്ടും. നിങ്ങളുടെ മുടിയിൽ താരനും കുറവുണ്ടാവുകയും ചെയ്യും കേട്ടോ. മഴക്കാലത്തൊക്കെ ജലദോഷമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ പനിക്കൂർക്കയും തുളസിയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ മുടിക്കും നല്ലതാണ്. ഈ ഒരു പാകമാകുമ്പോൾ വേണം നമുക്ക് ചെമ്പരത്തിയുടെ പൂ ഇട്ട് കൊടുക്കാനായിട്ട്. അതും കൂടി ഇതിനകത്ത് കിടന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് ലാസ്റ്റാണ് കറ്റാർവാഴയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കുന്നത്. കറ്റാർവാഴയുടെ ജെല്ല് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. കൈയൊക്കെ പൊള്ളിക്കാതെ മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാറി നിന്നോളണം. പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മാറി നിന്നോളണം. അതെല്ലാവരും സൂക്ഷിച്ചോളണം. തെറിച്ച് വരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇളക്കാനായിട്ട് ചെന്നാൽ മതി. അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അതും കൂടി എണ്ണയിൽ കിടന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇത് പാകമായോ എന്ന് അറിയാനായിട്ട് ഇതിനകത്ത് കിടക്കുന്ന ഇലകളും എല്ലാം നമ്മൾ എടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഞെരിക്കുമ്പോൾ പൊടിഞ്ഞു വരണമെന്ന് നോക്കണം. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് അരിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് കണ്ടെയ്നറാണോ ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതാ എനിക്ക് അരിച്ചതിന് ശേഷം ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മുടിക്കൊക്കെ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഒരു കുപ്പിയിലേക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തലയിൽ മാത്രമാണ് കേട്ടോ തേക്കാമുള്ളൂ. സ്കിന്നിന് മുഖത്തൊന്നും തേക്കരുത്. തലയിൽ മാത്രം തേക്കാനാണ് ഇത് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.